മൂന്നാറിലെ തണുപ്പ് തേടിയെത്തുന്ന സഞ്ചാരികൾക്ക് കുളിർമയേകിയിരുന്ന ദേശീയപാതയോരത്തെ ചീയപ്പാറ വെള്ളച്ചാട്ടം വറ്റിവരണ്ടു തുടങ്ങി. വെയിലായതോടെ നീരൊഴുക്ക് കുറഞ്ഞ് വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യം അസ്തമിച്ചതോടെ സഞ്ചാരികൾ നിരാശരായി. നേരിയ രീതിയിലാണിപ്പോൾ വെള്ളച്ചാട്ടമുള്ളത്. മഴ പെയ്ത് നീരൊഴുക്ക് കൂടിയാൽ മാത്രമേ ഇനി വെള്ളച്ചാട്ടം സജീവമാകൂ. മൂന്നാറിലെ തണുപ്പ് തേടിയെത്തുന്ന സഞ്ചാരികൾക്ക് കുളിർമയേകിയിരുന്ന ദേശീയപാതയോരത്തെ ചീയപ്പാറ വെള്ളച്ചാട്ടം വറ്റിവരണ്ടു തുടങ്ങി. വെയിൽ കനത്തതോടെ നീരൊഴുക്ക് കുറഞ്ഞ് വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യം അസ്തമിച്ചതോടെ സഞ്ചാരികളും നിരാശരായി. നേരിയ രീതിയിലാണിപ്പോൾ വെള്ളച്ചാട്ടമുള്ളത്. ഇനി മഴ പെയ്ത് നീരൊഴുക്ക് കൂടിയാലേ വെള്ളച്ചാട്ടം സജീവമാകൂ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഓരത്തുനിന്ന് വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാമെന്നതായിരുന്നു ഏറ്റവും വലിയ ആകർഷണീയത. വലിയ തിരക്കുമായിരുന്നു എപ്പോഴും. ഇക്കുറി പുതുവത്സരത്തോടെ ചീയപ്പാറയിൽ നീർച്ചാല് പോലെ ചെറിയ രീതിയിൽ മാത്രമാണ് വെള്ളച്ചാട്ടമുള്ളത്. കാലവർഷം കുറയുകയും വേനലിന്റെ കാഠിന്യം നേരത്തെയാകുകയും ചെയ്തതാണ് ഹൈറേഞ്ചിലെ വെള്ളച്ചാട്ടങ്ങൾക്ക് തിരിച്ചടിയായത്. തെക്കിന്റെ കാശ്മീരായി അറിയപ്പെടുന്ന മൂന്നാറിൽ സഞ്ചാരികൾക്ക് വിസ്മയ കാഴ്ചയൊരുക്കുന്ന വെള്ളച്ചാട്ടങ്ങളായിരുന്നു ചീയപ്പാറ, വാളറ വെള്ളച്ചാട്ടങ്ങൾ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം വനമേഖലയിലാണ് ചീയപ്പാറ, വാളറ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. വർഷകാലത്താണ് ജലപാതങ്ങൾ കൂടുതൽ സജീവമാകുന്നത്. കടുത്ത വേനലിൽ നീരൊഴുക്ക് നിലച്ച് വെള്ളച്ചാട്ടങ്ങൾ അപ്രത്യക്ഷമാകുമെങ്കിലും അനവധി സഞ്ചാരികൾ വേനൽക്കാലത്തും ഇവിടെയെത്താറുണ്ട്. വനമേഖലയായതിനാൽ വനം, പഞ്ചായത്ത്, ടൂറിസം, ദേശീയപാത വകുപ്പുകൾ ചേർന്ന് പദ്ധതികൾ ആവിഷ്കരിച്ചാൽ ടൂറിസം മേഖലയ്ക്ക് മുതൽക്കൂട്ടാകും. ന്യൂസ് ബ്യൂറോ, അടിമാലി.